നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ച നല്ല അടിപൊളി കോവയ്ക്ക കറിയാണ്. ഇതിനു മുമ്പ് ഞാൻ മത്തങ്ങ കറിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു, പയറും പരിപ്പൊന്നും ചേർക്കാത്ത മത്തങ്ങ കറിയുടെ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതിപ്പം നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പറിക്കുമ്പോഴും പുതിയ പുതിയ ടേസ്റ്റ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനു മുമ്പ് കോവയ്ക്ക ബജിയുടെ ഒരു റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും കണ്ടു നോക്കണേ. ഈ കറി ഉണ്ടാക്കാൻ ഒരു 8-10 കോവയ്ക്ക മതിയാവട്ടോ. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി, 10-15 കോവയ്ക്ക എടുത്തിരുന്നു. പക്ഷെ അത്ര എടുക്കേണ്ട, ഒരു 10 കോവയ്ക്ക ധാരാളം ഉണ്ട് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം കോവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. ഒരു മൺചട്ടിയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ കോവയ്ക്ക ഇട്ടൊന്ന് വഴച്ചെടുക്കാം. കോവയ്ക്കൊക്കെ ഒപ്പം 2-3 ചേരുവയും കൂടി ചേർത്ത് വഴറ്റാനുണ്ട്. ഞാനിവിടെ ഒരു 10 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വീട്ടിലുണ്ടായതാണ്, അപ്പോൾ അതിൻ്റെ ഞെട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല ഇത് വഴന്ന് കിട്ടാനായിട്ട്. പിന്നെ ഒരുപാട് വഴന്ന് ചുങ്ങിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ സ്കിന്നിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റാം. ഇത് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനുള്ളതാണ്. പിന്നെ തക്കാളി ചേർക്കുമ്പോൾ കറിക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും, അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി തക്കാളി ചേർക്കാണ്ട് കറി വയ്ക്കാട്ടോ, രണ്ടാണെങ്കിലും നല്ല രുചി തന്നെയാണ്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 2 പച്ചമുളക് മാത്രമല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ വെള്ളം പകുതി വറ്റുന്നത് വരെ കോവയ്ക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കോവക്ക വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, കോവക്ക അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകി അല്പം കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കാറാകുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച് പൊങ്ങി വരാറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൺചട്ടി ചെയ്ത കാരണം വീണ്ടും തിളച്ച് പതഞ്ഞിങ്ങനെ മുകളിലേക്ക് വരും. അപ്പോൾ കറിയുടെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് പതഞ്ഞു വരാനായിട്ട് അനുവദിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം കറിയുടെ കളർ ഇതല്ല കേട്ടോ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ അവസാനം കറിയുടെ കളർ കാണിച്ചു തരാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പിലയും 2 ഉണക്കമുളകും പൊട്ടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊക്കെ പച്ചക്കറി കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇന്ന് എന്തുണ്ടാക്കണമെന്ന്. അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് കോവയ്ക്ക കൊണ്ടുള്ള ഈ കറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.